Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തു. ജൂലൈ 22 ആണ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ദെൻ എക്സാമിനേഷൻ ടിപ്സ്, ദെൻ എക്സാം റിലേറ്റഡ് ലൈവ് ക്വിക്ക് റിവിഷൻ, ഇതൊക്കെ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലൂടെ എക്സ്പെക്ട് ചെയ്യാം. ദെൻ നമ്മൾ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും നല്ലൊരു സ്റ്റഡി പ്ലാൻ റിലേറ്റ് ചെയ്തുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം സെക്കൻഡ് സെമസ്റ്ററിൽ 5 പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ 3 പ്രോബ്ലം പേപ്പേഴ്സും 2 തിയറി പേപ്പേഴ്സും ആണ്. ഈ 3 പ്രോബ്ലം പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഘടാഘടികന്മാരായിട്ടുള്ള പ്രോബ്ലം പേപ്പേഴ്സ് ആണ്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇൻ ടൈമിൽ ഈ സബ്ജക്ട്സ് ഒക്കെ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ പാസ്സായി ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. സോ എങ്ങനെ നമ്മൾ ഈ സബ്ജക്ട്സിനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏതൊക്കെ പേപ്പേഴ്സിനെ എത്രത്തോളം ദിവസം മാറ്റിവെക്കണം, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOM-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ 3 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, സ്ട്രാറ്റജി കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് സയൻസ്, ഈ 3 സബ്ജക്ട്സിന്റെ ക്ലാസ്സസ് ആണ് അറ്റ് പ്രസന്റ് അവൈലബിൾ ആവുക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 5 പേപ്പേഴ്സാണ് വരുന്നത്. അതിൽ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്. പിന്നെ വരുന്നത് പ്രോബ്ലം പേപ്പറായിട്ട് സ്ട്രാറ്റജി കോസ്റ്റ് അക്കൗണ്ടിങ്, ദെൻ മാനേജ്മെന്റ് സയൻസ്. ഇത് 3ആണ് പ്രോബ്ലം പേപ്പേഴ്സ് വരുന്നത്. തിയറി പേപ്പേഴ്സ് ആയിട്ട് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ദെൻ ഇന്റർനാഷണൽ ബിസിനസ്, ഇത് 2ആണ് തിയറി പേപ്പേഴ്സ്. അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ നമ്മൾ നിർബന്ധമായും 3 പ്രോബ്ലം പേപ്പേഴ്സിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. കാരണം വലിയ പേപ്പേഴ്സാണത്, ഒന്നും ചെറുതല്ല. എസ്പെഷ്യലി അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റ്, ഏറ്റവും വലിയൊരു പേപ്പറാണ്. ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. നല്ല രീതിയിൽ ഇതിനെ സമയം മാറ്റി വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. 5ൽ 3 പേപ്പർ എന്ന് പറയുന്നത്, 3 പേപ്പേഴ്സ് എന്ന് പറയുന്നത് പ്രോബ്ലമാണ്. അപ്പോൾ അതിന് തന്നെയാണ് നമ്മൾ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ എത്ര ദിവസം, നമുക്കറിയാൻ ഇനി 60 ദിവസമാണ് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള 60 ഡേയ്സ്. സോ ഇതിൽ എത്ര ദിവസം നമുക്ക് ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം എന്നുള്ളത് ആദ്യം നോക്കാം. ദെൻ അതിനുശേഷം എനിക്ക് പറയാനുള്ളത്, ഏത് രീതിയിലുള്ളൊരു അപ്രോച്ചാണ് പഠിക്കുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, അതും നമുക്ക് രണ്ടാമതായിട്ട് കാണാം. അപ്പോൾ 60 ദിവസം ഇപ്പോൾ ഉണ്ടെങ്കിലും നമ്മൾ 5 സബ്ജക്ട്സിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്ന് 55 ഡേയ്സ് എടുക്കാം. ലാസ്റ്റ് 5 ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള അല്ലേ ആ ഒരു സമയത്തെ പ്രിപ്പറേഷനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇതിൽ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് തന്നെയാണ് ഏറ്റവും വലിയ പേപ്പർ. സോ ഇതിന് നിങ്ങളൊരു 15 ദിവസം മിനിമം മാറ്റിവെക്കാൻ ശ്രമിക്കുക. ബാക്കി 40 ഡേയ്സ് എന്ന് പറയണത് ഓരോ പേപ്പറിനും 10 ഡേയ്സ് വെച്ചിട്ട് മാറ്റിവെക്കുക. സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് സയൻസ്, ഇന്റർനാഷണൽ ബിസിനസ്, ഓരോന്നിനും നമുക്ക് 10 into 4 നമ്മൾ 4 സബ്ജക്റ്റിനാവുമ്പോൾ അങ്ങനെ ടോട്ടൽ നമുക്ക് 55 ഡേയ്സിനെ ഈ രീതിയിൽ അലോക്കേറ്റ് ചെയ്യാം ഡേയ്സിൻ്റെ ബേസിൽ. ബാക്കി 5 ദിവസം നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതാണ് പഠിച്ച് അവസാനിപ്പിക്കാം പെൻഡിങ് ഉള്ളതെങ്കിൽ പിന്നെ ലാസ്റ്റ് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വേണം മാറ്റി വയ്ക്കാൻ. ദെൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു പേപ്പർ മൊത്തം പഠിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല അടുത്ത പേപ്പറിലോട്ട് പോവാം. ഇപ്പം 15 ദിവസം ആദ്യം കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പഠിച്ചിട്ടല്ല നെക്സ്റ്റ് പേപ്പറിലോട്ട് പോവാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഓരോ ദിവസവും ഒരു പേപ്പർ ഒരു ദിവസം പഠിച്ചാൽ അടുത്ത പേപ്പർ മറ്റൊരു ദിവസം നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. മാറി മാറി പഠിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും, വെറുത്തു പോകും. എന്തും ഒന്ന് എപ്പോഴും ഒന്ന് തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ
ഇപ്പോൾ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം വേറൊരു പേപ്പറിലോട്ട് പോകാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ അത് മാറ്റി പിടിക്കണം. ഒരു ദിവസം തന്നെ 2 പേപ്പർ മിനിമം പഠിക്കാനും ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങൾ മിനിമം ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ വെറുത്തു പോകുന്നുള്ളതാണ് പഠനം. ഈസി ആയിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ പഠിക്കാം. അതിന് നിങ്ങൾ ഈ കാര്യങ്ങൾ നിർബന്ധമായും ഫോളോ ചെയ്യണം. പിന്നെ ഞാൻ പ്രോബ്ലം പേപ്പറും തിയറി പേപ്പറും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങളും ഞാൻ ഈ ഫസ്റ്റ് സെമസ്റ്ററിലാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അത് ഞാൻ ഒന്നുകൂടിയും പറയാണ്, കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്. കാരണം നമുക്കറിയാം, നമുക്ക് ഒരു സബ്ജക്റ്റ് മനസ്സിലോട്ട് കയറി നിൽക്കണമെങ്കിൽ റിവിഷൻ കൂടിയേ തീരൂ. എത്രത്തോളം റിവൈസ് ചെയ്യുന്നു, റിവിഷനാണ് എല്ലാത്തിൻ്റെയും ബേസ്. ചില കുട്ടികളെടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത്? ഒന്നുമല്ല, റിവൈസ് ചെയ്യുന്നു. പഠിച്ചത് വീണ്ടും വീണ്ടും പഠിക്കുക. അപ്പോൾ റിവിഷൻ കൂടിയേ തീരൂ. എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും, മാർക്സ് കൂടാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മുമ്പിൽ സമയം കുറവാണ്, റിവിഷൻ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിക്കുന്ന സമയത്ത് ഫോളോ ചെയ്ത ഒരു ടെക്നിക്ക് ഉണ്ട്. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാണ്. പ്രോബ്ലം പേപ്പർ പഠിക്കുമ്പോഴും തിയറി പേപ്പർ പഠിക്കുമ്പോഴും ഞാൻ ചെയ്യുന്ന കേസ്. പിന്നെ രണ്ടാമതെന്ന് പറയണത് ഒരു നിവൃത്തിയില്ലാണ്ടാകുമ്പോൾ നമ്മൾ ടൈം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയുണ്ട്. രണ്ടും പറയാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് റിവിഷൻ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ, റിവിഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒന്ന് പഠിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ആ സബ്ജക്റ്റ് തന്നെ വീണ്ടും നമ്മൾ ഓർക്കുക, അതിലൂടെ കടന്നു പോകുക. അപ്പോഴാണ് നമുക്ക് അതിനെ ഒരു റിവിഷനായിട്ട് പറയാൻ സാധിക്കുക. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിൽ ആ ഒരു സബ്ജക്റ്റ് കയറി പോവുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ കുറഞ്ഞ സമയം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ എങ്ങനെ നമുക്ക് റിവിഷൻ എടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതാണല്ലോ നമുക്ക് റിവൈസ് ചെയ്ത് മനസ്സിലോട്ട് കൂടുതൽ കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പേഴ്സ് പഠിക്കാൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നിങ്ങളെപ്പോഴും പ്രോബ്ലം പേപ്പേഴ്സ് ഈവനിങ്ങിൽ വേണം നിങ്ങളുടെ പഠനം ആരംഭിക്കാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈവനിങ് ഒരു 7 o'clock അല്ലെങ്കിൽ 7:30 നിങ്ങളുടെ പഠനം ആരംഭിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആവട്ടെ, കോസ്റ്റ് അക്കൗണ്ടിങ്ങോ മാനേജ്മെൻറ്റ് സയൻസോ എന്താവട്ടെ, പ്രോബ്ലംസ് ആണ്. പഠനം ആരംഭിക്കുക. ഒരു 2.5 മണിക്കൂറോ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒരു 10 മണി വരെ, അത് ഓരോരുത്തരനുസരിച്ചിരിക്കും. ഈവനിങ് ഇരിക്കുന്നത് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, ഡിസ്റ്റൻസ് പഠിക്കുന്നവർ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എക്സാം ആയല്ലോ, 2 മണിക്കൂറോ 2.5 മണിക്കൂറോ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചാൽ 10 മണിയോ 10:30 വരെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ദെൻ ഈ പഠിച്ച കാര്യം, അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങി, കാലത്ത് നമ്മൾ എണീക്കുകയാണ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ടൈമാണ്. പലപ്പോഴും പറയാറുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് പഠിക്കുന്നത് നല്ലതാണെന്ന്. ബട്ട് ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഈവനിങ്ങിൽ പഠിക്കുന്നു. അധികം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ് മര്യാദയ്ക്കിരുന്ന് പഠിക്കുകയാണെങ്കിൽ. ഈവനിങ്ങിൽ വല്ലാണ്ട് ബഹളമൊന്നും ഉണ്ടാവില്ല. ദെൻ കിടന്നുറങ്ങി പിറ്റേ ദിവസം എണീറ്റ് ഫ്രഷ് മൈൻഡോടുകൂടി ഒരു അരമണിക്കൂർ, ഹാഫ് ആൻ അവർ ഈ പഠിച്ച കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മറക്കില്ല എന്നുള്ളതാണ്. കാരണം ഓൾറെഡി പഠിച്ചൊരു കാര്യം കിടന്നുറങ്ങി, അതിനുശേഷം പിറ്റേ ദിവസം എണീറ്റിട്ട് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് തലയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പേപ്പേഴ്സിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്രോബ്ലം പേപ്പേഴ്സ് പഠിക്കുമ്പോൾ. അപ്പോൾ പഠിച്ചത് തലയിൽ നിൽക്കുന്നുള്ളതാണ്. പ്രോബ്ലം പേപ്പേഴ്സ് പഠിക്കുമ്പോൾ റിവിഷൻ കിട്ടാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ്. ഇനി തിയറി പഠിക്കാൻ പകൽ തന്നെയാണ് തിയറി പഠിക്കാൻ കുറച്ചുകൂടി ബെറ്റർ. രാത്രി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും. പ്രോബ്ലം പേപ്പർ ആകുമ്പോൾ ചെയ്ത് പഠിക്കുമ്പോൾ അങ്ങനെ ഉറക്കം വരില്ല. അപ്പോൾ പകൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കാലത്ത് മൊത്തം ഇരുന്നാലും ഡിസ്ട്രാക്ഷൻസ് ഒരുപാടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരു 5 മണിക്കൂറാണ് ഇരിക്കണമെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ 1.5 മണിക്കൂറാണ് കിട്ടുള്ളൂ. നേരെ മറിച്ച് രാത്രി ഇങ്ങനെ പഠിക്കുമ്പോൾ കിട്ടുന്നത് കറക്റ്റായിട്ട് തന്നെ ടൈം കിട്ടുന്നുള്ളതാണ്. ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും. മറ്റേത് അങ്ങോട്ട് പോയി ടൈം പോവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാലത്ത് ഇപ്പോൾ എണീറ്റ് ഹാഫ് ആൻ അവർ ഇത് നോക്കിയതിന് ശേഷം ഫുഡ് കഴിച്ച് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചിലപ്പോൾ മോർണിംഗ് ഒരു
1.5 മണിക്കൂർ കിട്ടിയാലായി, ഉച്ചയ്ക്ക് കുറച്ച് സമയം കിട്ടിയാലായി. എന്നാലും നിങ്ങൾക്ക് പകല് ഒരു 2 hours 2.5 hours കിട്ടിക്കഴിഞ്ഞാൽ തിയറി പേപ്പേഴ്സ്, അത് ഇൻ്റർനാഷണൽ ബിസിനസ് ഉണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ഉണ്ട്, ആ പേപ്പേഴ്സ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ 2 മണിക്കൂറാവാൻ കിട്ടുക, ചിലപ്പോൾ 2.5 മണിക്കൂറാവാൻ കിട്ടുക. മിനിമം ഒരു 2 hours എങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ പകൽ മൊത്തം അങ്ങനെ ചെയ്യാം. അപ്പോൾ രാത്രി പ്രോബ്ലം പേപ്പർ പഠിച്ചിട്ട് പിറ്റേ ദിവസം റിവൈസ് ചെയ്യാനും പകൽ തിയറി പേപ്പേഴ്സ് പഠിക്കാനും ശ്രമിക്കുക. മിനിമം ഒരു ദിവസം ഒരു 4 മുതൽ 5 മണിക്കൂറെങ്കിലും പഠിക്കാൻ സാധിച്ചാൽ, മിനിമം ഒരു 4 hours എങ്കിലും മിനിമം. അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യാം. 4 to 5 hours എങ്കിലും നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചാൽ നല്ല സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളതാണ്, നിസ്സംശയം പറയാം. അപ്പോൾ തിയറിക്കും പ്രോബ്ലത്തിനും പഠിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു അപ്രോച്ച് ഇതാണ്. ഇനി നമുക്ക് സമയം എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസാണ്, തീരില്ല എങ്കിൽ അവിടെ പകലും എന്നും രാത്രിയൊന്നും ഒന്നുമില്ല. ഞാൻ ചില സമയത്ത് എൻ്റെ പഠനം ആരംഭിക്കുന്നത് ഉച്ചയ്ക്കൊക്കെയാണ്. ഉച്ചയ്ക്ക് 1:30 ടെറസിൻ്റെ മുകളിലൊക്കെയാണ് ഞാൻ M.Com പഠിക്കുന്ന സമയത്ത് കയറുന്നത് പഠിക്കാറ്. അവിടെ സമയം എന്ന് പറയണതിനൊന്നും പ്രസക്തിയില്ല. 24 മണിക്കൂർ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ആവശ്യമാണ്. നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത്, ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ സമയം കിട്ടുന്നു അപ്പോൾ പഠിക്കുക. ഇപ്പോൾ എൻ്റെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്, ജോലിക്ക് പോകുന്നവരാ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ജോലി സ്ഥലത്ത് ചിലപ്പോൾ ബ്രേക്ക് കിട്ടുമ്പോൾ മൊബൈലിൽ എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡ് ക്ലാസ്സസ് കേൾക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അവർക്ക് റെക്കോർഡ് ക്ലാസ്സസ് കേൾക്കാൻ സാധിക്കും, എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ സാധിക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് ടൈം ലഭിക്കുന്നതെങ്കിൽ ആ ടൈം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്ന സമയമൊന്നുമില്ല. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം. ഇനി എന്തു പഠിക്കുമ്പോഴും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വലിച്ചു വാരി പഠിച്ച് സമയം കളയരുത്. എപ്പോഴും സ്മാർട്ട് സ്റ്റഡി നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഞാൻ പറയുന്നത്. അതിൽ ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസിലൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരാൻ സാധ്യത, SI ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതല്ലാണ്ട് ബുക്ക് എടുത്ത് പേജ് നമ്പർ 1 മുതൽ ഇത് കഴിയണ വരെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പഠിച്ചൊന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവണമെന്നില്ല. ഞാൻ എപ്പോഴും പറയും സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുമ്പോൾ 80:20 റൂളാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത്. പാരറ്റോ അനാലിസിസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 80% മാർക്ക് വരുന്നത് ഒരു 20% ഏരിയയിൽ നിന്നാണ്. 20% മാർക്ക് വരുന്നത് 80% ഏരിയയിൽ നിന്നായിരിക്കും. ഇങ്ങനെയായിരിക്കും മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു കണക്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80% ചോദ്യങ്ങൾ വരുന്നത് 20% ഏരിയയിൽ നിന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറ് പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ 20% ആണ്. അപ്പോൾ ഇത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് 80% അടുത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് 80% ഏരിയയിൽ നിന്ന് 20 മാത്രമേ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഈ 20 ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ഞാൻ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ പറയുന്നത്. ചില കുട്ടികൾ ബുക്ക് എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ പഠിക്കണ സമയത്ത് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 80% ഏരിയയാണ്. അതിൽ നിന്ന് കൂടി ഇത്രേ വരുന്നുള്ളൂ. അവൻ ഇതിനെപ്പറ്റിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ദെൻ ഇവിടേക്ക് എത്തുമ്പോഴേക്കും അവൻ്റെ പഠിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. എക്സാം ഹോളിലെത്തിയപ്പോൾ അവൻ 80% പഠിച്ചു. അവൻ പഠിച്ച ഏരിയാസിൽ നിന്ന് കൂടി കുറച്ച് ചോദ്യങ്ങളെ വന്നുള്ളൂ. അപ്പോൾ അവൻ പറയും ഞാൻ പഠിപ്പന്നെയായിരുന്നു, പക്ഷേ ഞാൻ പഠിച്ചൊന്നും വന്നില്ല. അപ്പുറത്ത് ചിലപ്പോൾ അവൻ വേറൊരു കുട്ടി ഏത് ഏരിയയിലാണെന്നാണ് ചോദ്യങ്ങൾ വരാന്നുള്ളത് മനസ്സിലാക്കി അവൻ ഈ ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. അവൻ പഠിച്ചതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും ചെയ്തു, പാസ്സാവാനും പറ്റി. അപ്പോൾ ഇതാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതിനാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി പഠനം ആരംഭിക്കുക. അതും നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇനി ഓരോ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ പേപ്പർ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഘടാഘടികം പേപ്പറാണ്. അതിൽ നമുക്ക് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹോൾഡിംഗ് കമ്പനി നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള
എന്താണ് ഒരു സംഭവം തന്നെയാണ്, സംഭവമാണത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. എസ്സേയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് ആണ് മറ്റൊരു ചാപ്റ്റർ വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളൊരു ഏരിയ തന്നെയാണ് അമാൽഗമേഷൻ, മെർജർ, അക്വിസിഷൻ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, പിന്നെ ലിക്വിഡേഷൻ. ഇതാണ് മറ്റ് ഒരു ഏരിയ. ഇതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരും. പിന്നെ ടാക്സേഷൻ, തിയറിയും 2 വെയിറ്റേജ് കാര്യങ്ങളൊക്കെയാണ് വരാറ്. റവന്യൂ ആൻഡ് ലീസ് പിന്നെ തിയറിയാണ് പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ആദ്യത്തെ 2 മൊഡ്യൂളൊക്കെ തന്നെയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എസ്സേ വരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ചെയ്യുന്നതായിരിക്കും. വലിയൊരു പേപ്പറാണിത് കേട്ടോ, നിസ്സംശയം പറയാൻ സാധിക്കും. ഇതിന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് 15 ദിവസം മാറ്റി വെക്കണം എന്നുള്ളത്. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്, തിയറിയാണ്. ഇത് നന്നായിട്ട് പഠിക്കാനുണ്ട്. എന്താണ് ടീമുകളും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിതിൻ്റെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്താ പറയുക, പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ മാത്രമാണ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആവാം. അഗെയിൻ നെക്സ്റ്റ് പ്രോബ്ലം പേപ്പർ സ്ട്രാറ്റജി കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇവിടെയും കട്ടക്കുള്ള സംഭവങ്ങളാണ്. ആദ്യത്തെ മൊഡ്യൂൾ തിയറി ഏരിയാസ് ഒരുപാടുണ്ട്. പിന്നെ പ്രോബ്ലംസ് വരുന്നു, പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, പ്രോസസ് അക്കൗണ്ടിങ്, എസ്സേ വരുന്നൊരു ഏരിയ ആണ്. ഡിസിഷൻ മേക്കിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് ഉണ്ട്. നെക്സ്റ്റ് പ്രോബ്ലംസ് 70%, തിയറി 30%. ഇതും കട്ടക്ക് നിൽക്കുന്ന സബ്ജക്റ്റാണ്. ദെൻ ഇൻ്റർനാഷണൽ ബിസിനസ് തിയറി ആണെങ്കിലും ഇവിടെയും ഒരുപാട് ടെക്നിക്കൽ ടേംസ് പഠിക്കാനുള്ളതാണ്. BOP, ടാരിഫ് ബാരിയേഴ്സ്, ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ടേംസുകൾ പല അതോറിറ്റീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ നല്ല രീതിയിൽ നിങ്ങൾ WTO, ഗാട്ട്, IMF ഇതൊക്കെ ഉണ്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പേപ്പർ മാനേജ്മെൻറ്റ് സയൻസ് ആണ്. ഒരുപാട് പേർക്ക് പ്രശ്നം വരുന്നതാണ്. ഇപ്പോൾ QT ആണ് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചിട്ടുണ്ടാകുന്നത്, ഫസ്റ്റ് സെമസ്റ്ററിൽ. ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടിയും ഡെപ്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിൽ തന്നെ തിയറി, അതിനുശേഷം LPPയിൽ സാധാരണ ഗ്രാഫിക്കലോ മറ്റു കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വരാറ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അസൈൻമെൻറ്റ് പ്രോബ്ലം എന്നൊക്കെ പ്രോബ്ലം വരും. ഇൻവെൻട്രി, ക്യൂയിങ്, പിന്നെ SAQ വരുന്ന പെർട്ട്, CPM, പിന്നെ തിയറിയാണ് മാർക്കോവിൻ്റെ ഏരിയാസിൽ നിന്ന് വരാറ്. അഗെയിൻ പ്രോബ്ലംസ് നല്ല രീതിയിൽ കവർ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സബ്ജക്റ്റിനെ LRPOTയുടെ ബുക്ക് തന്നെ പഠിക്കാൻ നിങ്ങൾ നോക്കുക. ഈ ഒരു സബ്ജക്റ്റിന് ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ദെൻ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ചില ടോപ്പിക്കുകൾ, എസ്പെഷ്യലി ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനൊക്കെ ഞാൻ ചില പ്രോബ്ലംസിന് വേണ്ടിയിട്ട് കല്യാണി പബ്ലിക്കേഷൻസിൻ്റെ ജെയിൻ എന്നിറങ്ങിൻ്റെ ബുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബുക്സിന് എനിക്ക് തരാനുള്ള സജഷൻ. പോറ്റിയുടെ ബുക്ക് മാനേജ്മെൻറ്റ് സയൻസിനും ബാക്കിയുള്ളതൊക്കെ നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കും മതി. ചില പ്രോബ്ലംസിന് ഞാൻ എസ്പെഷ്യലി മൊഡ്യൂൾ നമ്പർ 1 വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് ഞാൻ കല്യാണി പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നിർബന്ധമായും ഈ 5 പേപ്പേഴ്സിനും വേണ്ടിയിട്ട് മാറ്റിവെക്കുക, എസ്പെഷ്യലി പ്രോബ്ലം പേപ്പേഴ്സ്. ഞാൻ വീണ്ടും പറയാണ്, സപ്ലി കിട്ടിക്കഴിഞ്ഞാൽ അത് 1.5 പണിയായിരിക്കും കിട്ടുക. കാരണം ഈ പറയുന്ന ഘടാഘടികം പേപ്പേഴ്സ് വീണ്ടും പഠിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. ഓക്കെ, റിസ്ക് എടുക്കരുത്, പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളെ കോച്ചിങ്ങിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നൽകാനുള്ള കാര്യങ്ങൾ. സോ ഇനി നിങ്ങളുടെ ഡൗട്ടും മറ്റു കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിൽ സെക്കൻഡ് സെമസ്റ്ററിനെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.